തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതിയില്ലാത്തതാണ് പൂർണ്ണം. പരിമിതിയില്ലാത്ത സത്യത്തെയാണ് പൂർണ്ണം എന്ന് പറയുന്നത്. സകല അജ്ഞാനാന്ധകാരത്തിൻ്റെയും ഉപരിയായി വിരാജിക്കുന്ന പ്രകാശപൂർണമായ സത്യത്തെ ഞാൻ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ആദ്യം ഭജിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ 3-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കര കൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 1-ാം ശ്ലോകത്തിൽ ആത്മബ്രഹ്മൈക്യ സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിനെ ഞാൻ പ്രഭാതകാലത്തിൽ അഥവാ ഒന്നാമതായി സ്മരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമതായി അതേ ബ്രഹ്മത്തെ ആത്മാവിനെ പ്രഭാതകാലത്തിൽ അഥവാ ആദ്യമായി ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമതായി നമിക്കുന്നു എന്ന് പറയുകയാണ്. നോക്കൂ, പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷം അശേഷമൂർത്തൗ രജ്വാംഭുജംഗമൈവ പ്രതിഭാസിതം വൈ. ഇവിടെ പ്രതിഭാസിതം എന്നുള്ളിടത്ത് പ്രതിഭാതി എന്നുള്ള പാഠഭേദം കാണുന്നുണ്ട്. പ്രാതഃ നമാമി, ഞാൻ നമിക്കുന്നു. ഒന്നുകിൽ പ്രഭാതകാലത്തിൽ എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ ആദ്യമായി എന്നർത്ഥം പറയാം. രണ്ടും ശരിയാണ്. ആദ്യം തന്നെ ഞാൻ നമിക്കുന്നു, നമസ്കരിക്കുന്നു, അഥവാ പ്രഭാതകാലത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. ആരെ? തമസഃ പരം. തമസഃ പരം, തമസിന്, ഇരുട്ടിന്, അന്ധകാരത്തിന് പരമായതിന്. ഒരിക്കലും തമസിന്, ഇരുട്ടിന് ബാധിക്കാൻ കഴിയാത്തതിന്. മറ്റൊരർത്ഥം തമസിന്, ഇരുട്ടിന് ഉപരിയുള്ളതിന്. യാതൊന്നിന് ഒരിക്കലും അവിദ്യയ്ക്ക്, അന്ധകാരത്തിന്, അജ്ഞാനത്തിന് ബാധിക്കാൻ കഴിയില്ലയോ, സ്പർശിക്കാൻ കഴിയില്ലയോ. എന്തുകൊണ്ട്? പ്രകാശരൂപമായതുകൊണ്ട്, ജ്ഞാനൈക രൂപമായതുകൊണ്ട്. അപ്പം ജ്ഞാനൈക രൂപമായതുകൊണ്ട് അഥവാ പ്രകാശസ്വരൂപമായതുകൊണ്ട് യാതൊന്നിനെ ഇരുട്ടിന് സ്പർശിക്കാൻ കഴിയില്ലയോ. അങ്ങനെയുള്ള പരമസത്യത്തെ അഥവാ സകല അജ്ഞാനാന്ധകാരത്തിൻ്റെയും ഉപരി വിരാജിക്കുന്ന പ്രകാശപൂർണമായ ആത്മതത്വത്തെ ഞാൻ നമിക്കുകയാണ്. അവിടെ പറയുകയാണ് അർക്കവർണം എന്ന്. അർക്കൻ സൂര്യൻ, സൂര്യൻ്റെ പ്രഭയോടൊത്ത, ഈ സൂര്യൻ്റെ പ്രഭയോടൊത്ത തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രകാശരൂപമായ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ സാധകന് അനുസന്ധാനം ചെയ്യാൻ സഹായിക്കുന്ന വാക്യങ്ങളാണവ എന്ന് മനസ്സിലാക്കണം. പരമാർത്ഥത്തിൽ ആത്മസ്വരൂപം എന്തെന്ന് വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല. അതാണ് ശ്രുതി തന്നെ വെളിപ്പെടുത്തുന്നത്. ന വിജാനീമോ യഥൈതത് അനുശിഷ്യാതെന്ന്. എങ്ങനെയാണ് ഇതിനെ ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അതാണ് സത്യസന്ധമായ ശ്രേഷ്ഠമായ ഉപദേശം. അതാണ് എങ്ങനെയാണ് ഇതിനെ ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അവിടെ നമുക്ക് എന്ന് ബഹുവചനം പറഞ്ഞതിൽ ഞാനും പൂർവികന്മാരും എല്ലാം ചേർന്ന ഭാവമാണ്. എന്തുകൊണ്ട്? വാക്കിന് വിഷയമല്ലാത്തത് കൊണ്ട്. അപ്പോൾ വാക്കിന് വിഷയമല്ലാത്തതായ സത്യത്തെ വാക്കുകൊണ്ട് ഉപദേശിക്കുമ്പോൾ ആ വാക്കിന് ഒട്ടനവധി ന്യൂനതകളുണ്ടാവും. അപ്പം നമ്മൾ ശാസ്ത്രം ശ്രവിക്കുന്ന സമയത്ത്, അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് ആ ന്യൂനതകളെ വിചാരത്തിലൂടെ അതിക്രമിക്കണം. ഇത്തരം വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഇതെല്ലാം സാധകൻ അനുസന്ധാനം ചെയ്യാൻ സഹായികളായ വാക്യങ്ങൾ മാത്രമാണ്. അല്ലാതെ പ്രകാശരൂപമാണ്,
സൂര്യസദൃശമാണ് എന്നൊന്നുമുള്ളതിനെ വാച്യാർത്ഥത്തിൽ ആരും എടുക്കരുത്. അപ്പോൾ തമസപരം അർക്കവർണം പൂർണ്ണം. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതിയില്ലാത്തതാണ് പൂർണ്ണം. സാമാന്യമായി ലൗകികങ്ങളായ ഭൗതികങ്ങളായ സകലവും തന്നെ ദേശകാല വസ്തു പരിമിതിയുള്ളതാണ്. ഒരു ദേശത്തിലുണ്ടെങ്കിൽ മറ്റൊരു ദേശത്തുണ്ടാവില്ല, ഒരു കാലത്തിലുണ്ടെങ്കിൽ മറ്റൊരു കാലത്തിലുണ്ടാവില്ല. ഓരോ വസ്തുവും ആ വസ്തുത്വത്താൽ പരിമിതമാണ്. ഈ പരിമിതിയില്ലാത്ത അഖണ്ഡമായ സത്യത്തെയാണ് പൂർണ്ണമെന്ന് പറയുന്നത്. ശ്രുതി ആത്മതത്വപ്രതിപാദനം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ച പദങ്ങളിലൊന്നാണ് പൂർണ്ണശബ്ദം. പൂർണ്ണമദ പൂർണ്ണമിതം തുടങ്ങി നമുക്ക് ശ്രുതിവാക്യങ്ങൾ പഠിക്കാം. അപ്പോൾ ദേശകാല വസ്തു പരിമിതിയില്ലാത്ത കേവലമായ അഖണ്ഡമായ സത്യം പൂർണ്ണം. ശ്രുതി ബ്രഹ്മനിർദ്ദേശം ചെയ്യുമ്പോൾ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നുപദേശിക്കും. അനന്തം, അന്തമില്ലാത്തത്, പൂർണ്ണം എന്നർത്ഥം. സനാതനമായ പദം. പദം എന്നുള്ളതിന് അനേക അർത്ഥങ്ങളുണ്ട്. സ്ഥാനമെന്നർത്ഥം, പ്രാപിക്കപ്പെടുന്നതെന്നർത്ഥം, വാക്കെന്നർത്ഥം. പദം, നമ്മൾ വാക്കിനെക്കുറിച്ച് പറയാറുണ്ട് പദം. ഇനി പദ്യതയിതി, പ്രാപിക്കപ്പെടുന്നത്. അപ്പോൾ പ്രാപിക്കാനുള്ളതിനാണ് നമ്മൾ പദം പാദം എന്നൊക്കെ കാലിന് പറയാറുണ്ട്. അപ്പോൾ പ്രാപിക്കപ്പെടുന്നത് എന്തോ അത് പദം. സ്ഥാനം, വാക്യം അല്ലെങ്കിൽ വാക്ക്. ഇപ്പോൾ സനാതന പദം എന്ന് പറഞ്ഞാൽ സനാതനമായ പദം. എന്താണ് സനാതനമായ പദം? നമുക്ക് അല്പം കൂടി അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓ